പ്രിയ ദൈവജനമേ, നിയമം അനുശാസിക്കുന്ന വിശദീകരണത്തിൻ്റെ നാളുകൾ പൂർത്തിയാക്കി ഉണ്ണി ഈശോയെ കർത്താവിനായി സമർപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെയും നീതിമാനായ ഔസപിതാവിൻ്റെയും വലിയ എളിമയാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അന്തസത്ത. തിരുക്കുടുംബം വഴിപാടുകൾ അർപ്പിക്കുന്നത് വെറുമൊരു ചടങ്ങായല്ല, മറിച്ച് ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വമായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ശിമയോൻ എന്ന നീതിമാൻ പരിശുദ്ധാത്മാവിനാൽ നയിച്ച് ദേവാലയത്തിലെത്തുകയും സകല ജനതകൾക്കും പ്രകാശമായ മിശിഹായെ കരങ്ങളിൽ ഏന്തുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വാഴ്ത്തിപ്പാടുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന പ്രവചനം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും അതുവഴി ലഭിക്കുന്ന രക്ഷാകര ദൗത്യത്തെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ സമർപ്പണങ്ങളും ദൈവത്തിന് പ്രീതികരമാകണമെങ്കിൽ ഈ വിനയവും പ്രത്യാശയും നമുക്ക് ആവശ്യമാണ്. ഓരോ കത്തോലിക്ക കുടുംബവും തങ്ങളുടെ മക്കളെയും അധ്വാനത്തെയും ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിലൂടെ ഈ സുന്ദരമായ പാരമ്പര്യം ഇന്നും തുടരുന്നു. ദേവാലയം വിട്ടുപിരിയാതെ രാപ്പകൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്ന പ്രവാചകിയായ അന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. അവൾ ഉണ്ണി ഈശോയെ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൻ്റെ വിമോചനം കാത്തിരുന്ന എല്ലാവരോടും ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഈ സന്ദേശം, പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള വലിയ സ്ഥാനം ഓർമ്മിപ്പിക്കുന്നു. കാരണം പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയൂ. നസ്രത്തിലേക്ക് മടങ്ങിയ തിരുക്കുടുംബത്തിൽ യേശു വളർന്നത് വെറും ഒരു ശാരീരിക വളർച്ചയല്ല, മറിച്ച് ജ്ഞാനത്തിലും ദൈവകൃപയിലും നിറഞ്ഞുകൊണ്ടുള്ള ദൈവികമായ വളർച്ചയായിരുന്നു. നമ്മുടെ വീടുകൾ ഒരു കൊച്ചു സഭയായി മാറണമെന്നും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ മക്കൾ ക്രിസ്തുവിൽ വേരൂന്നി വളരണമെന്നും ഈ ഭാഗം അടിവരയിട്ട് പറയുന്നു, നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തിരക്ക് പിടിച്ച ലോകത്തിലെ ആത്മീയമായ ഉൾക്കാഴ്ചയ്ക്കായി നാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പതരാതെ നിൽക്കാൻ നമുക്കും സാധിക്കുകയുള്ളൂ. അന്ത്യകാലത്ത് കർത്താവിനെ മുഖാമുഖം കാണാൻ നാം ഒരുങ്ങുമ്പോൾ ശിമയോനെപ്പോലെയും അന്നയെപ്പോലെയും ശുദ്ധമായ ഒരു ഹൃദയത്തിന് ഉടമകളായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.